ഹലോ സുഹൃത്തുക്കളെ, നമുക്ക് കോളിഫ്ലവറും കൂടെ നല്ല അടിപൊളി ഒരു ബജ്ജി ഉണ്ടാക്കാം. ഒരു ചെറിയ കോളിഫ്ലവറാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഞാനൊരു പാനിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നടത്തിയിട്ട് ഇതിലോട്ട് ഇടാം. ഞാൻ അതിന് കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ നന്നായിട്ടത് ചെറിയ പീസാക്കി അടത്തി എടുത്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഈ അടത്തി വെച്ചേക്കുന്ന ഇതിലോട്ട് ഇടാം. ഇനി ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് 2 മിനിറ്റ് ഇട്ട് തിളപ്പിച്ചിട്ടാണ്. ഇതിൽ ചെറിയ പ്രാണികളൊക്കെ കാണും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി ഇതൊന്ന് തണുത്തിട്ട് മാവൊന്ന് റെഡിയാക്കാം. 100 ഗ്രാം കടലമാവാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. ലേശം ഉപ്പ് ചേർക്കാം, കാരണം ഉപ്പ് ചേർത്തായിരുന്നു നമ്മളത് ഒന്ന് തിളപ്പിച്ചെടുത്തത്. കുറച്ച് കായപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അത് കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയാണ്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മൾ മാവ് ഈ ഒരു പരുവത്തിലാണ്. ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു കൂട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ചീനച്ചട്ടി നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ട് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ മാവിനകത്ത് മുക്കിയ ഓരോ കോളിഫ്ലവറിന്റെ പീസും ഇങ്ങോട്ട് ഇടാം. നമ്മൾ കുറച്ച് കോളിഫ്ലവർ ഒക്കെ ഇട്ടിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്, കാരണം ഈ കടലമാവ് വളരെ സോഫ്റ്റ് ആണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ബജ്ജി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ല ഭേദമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. പിന്നെ ഒരു കാര്യം, കോളിഫ്ലവർ ഉപ്പും മഞ്ഞളിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്